അവനെ ഞാൻ കോടതി കയറ്റും, ഇവനെ ഞാൻ കോടതി കയറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് നാടൻ ഭാഷയിൽ. അവനെ ഞാൻ കോടതി കയറ്റും, ഇവനെ കോടതി കയറ്റി. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മമതയെ ആരും കോടതിയിൽ കയറ്റിയതല്ല, മമത സ്വയം കയറിയതാണ്. ഷൈൻ ചെയ്യാൻ അപാര കഴിവുള്ളൊരു സ്ത്രീയാണ് ഇവർ പണ്ട് തൊട്ടേ ഇതാണ് പരിപാടി. ഹിസ്ട്രിയോണിക് ടാലൻസ് കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് നാടകം കളിച്ചു, സോണിയാഗാന്ധിയുടെ കോൺഗ്രസ്സിൽ ഇരുന്നുകൊണ്ട് നാടകം കളിച്ചു. ഇവർ റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ ഒരൊറ്റ ട്രെയിനില്ലാതെ നേരെ കൽക്കട്ടയിലേക്ക് ഒരൊറ്റ ഓട്ടോ വാജ്പേയി മന്ത്രിസഭയിൽ നിന്ന് ഓർക്കുന്നു. ശരവേഗത്തിൽ വാജ്പേയിയോടുള്ള അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഒറ്റ ഓട്ടം. BJPയുടെ കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ അംഗമായിരുന്നു, ഇവരുടെ പാർട്ടിയും ഉണ്ടായിരുന്നു, ഇവരും ഉണ്ടായിരുന്നു. പെട്ടെന്നൊരെന്തോ തോന്നി ഒരു വിളി വന്നു, ഒരൊറ്റ പോക്ക. ഇങ്ങനെ പലപ്പോഴും ഹിസ്ട്രിയോണിക് ടാലൻസ് കാണിക്കുന്ന, സമനില തെറ്റിയ പോലെ പെരുമാറുന്ന ഒരാളാണ്. വാചകത്തിലും ഡയലോഗിലും നമ്മുടെ സംസ്ഥാനത്തെ ഒരു MLA ഉണ്ടായിരുന്നല്ലോ, MM മണി ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, പറയുന്നുണ്ട്. ആ മണിയുടെ ശൈലി അനുകരിക്കുന്ന, വകതിരിവില്ലാതെ പെരുമാറുകയും ഡയലോഗുകൾ പറയുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് മമതാ ബാനർജി. രാഷ്ട്രീയമായ പക്വത, ഡീസൻസി, സൊഫിസ്റ്റിക്കേഷൻ ഇതൊന്നുമില്ല. ഇത് കണ്ടാൽ നമ്മൾ വിചാരിക്കും കൽക്കട്ടയിലോ ഏതോ ചേരിയിൽ വളർന്നു വന്ന് യാതൊരു വിധമായിട്ടുള്ള വിദ്യാഭ്യാസവും ലഭിക്കാതെ വന്ന ആളാണ്. അങ്ങനെയൊന്നുമല്ല. അവർക്ക് നല്ല ഒന്നാന്തരം MA ഡിഗ്രി ഉണ്ട്. MA ഡിഗ്രി എന്തിലാണെന്നറിയാം? MA ഡിഗ്രി ഇസ്ലാമിക് ഹിസ്റ്ററി. വേറൊന്നും, മതത്തിനെ കുറിച്ചാണ്. റഹീമിനെ പോലെ ഉസ്താദാണ് ഇവർ. ഏതെങ്കിലും മദ്രസയിൽ പഠിപ്പിക്കാൻ പോകേണ്ടതായിരുന്നു, അത് പറ്റിയില്ല. അതുകൊണ്ട് കൽക്കട്ടക്കാരെയും ബംഗാളുകാരെയും മുഴുവനും, ബംഗാളിലെ ഭദ്രാലോകത്തെ മുഴുവൻ അവർ ഇസ്ലാമിക് ഹിസ്റ്ററി അങ്ങ് പഠിപ്പിക്കുക. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സാറേ, അവരിപ്പോ ഈ കോട്ടുമിട്ട് കോടതിയിലേക്ക് പോകുന്നതിന്റെ കാര്യമെന്ന് പറയുന്നത്, അവർക്ക് ബംഗ്ലാദേശി പൗരന്മാരുടെ വോട്ട് വേണം. അപ്പൊ പൗരത്വ രജിസ്റ്ററിൽ നിന്ന് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് അവരെ മാറ്റുന്ന പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഗണ്യമായ വിഭാഗം അതിൽ നിന്ന് നടന്നു പോയാൽ ഇവർക്ക് അധികാരത്തിലേക്ക് കയറാനായിട്ട് രണ്ട് വഴികളടയും. ഒന്ന്, ഈ വിദേശികളുടെ വോട്ടും. രണ്ട്, അവിടെ ഉള്ള ഇവര് ഏത് വിഭാഗത്തിലാണോ സ്റ്റഡി ചെയ്ത് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് അതേ സാധനത്തിന്റെ പിൻഗാമികൾ അവിടെ ധാരാളമുണ്ട്. അത് അവരുടെ വോട്ട് കിട്ടണം. ഇതാണ് ഇതിന്റെ കാര്യം. വികസനം എന്ന് പറയുന്നത് അവിടെ കമ്മ്യൂണിസത്തിന് ശേഷം ഇവർക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലേ? മതം കൊണ്ടേ അവർക്കും വോട്ട് പിടിക്കാൻ പറ്റും. അത് കുഴപ്പമില്ല. കേരളം ഉണ്ടല്ലോ, ബെഞ്ച് തുടയ്ക്കാനും ഗ്ലാസ് കഴുകാനും പാത്രം കഴുകാനും ഒക്കെ ഇങ്ങോട്ട് പോരാവുന്നത്. ഇവിടെ വന്നിട്ട് എല്ലാ ജോലികളും കൂലിപ്പണികളും എല്ലാം ചെയ്ത് നിശ്ചയമായ ശമ്പളവും വാങ്ങിച്ചോണ്ട് അങ്ങനെ അവർ കഴിഞ്ഞോട്ടെ. പക്ഷേ ഇവിടെ നമുക്ക് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരെ വെറുതെ വിടാൻ പറ്റില്ല. അവർക്ക് റേഷൻ കാർഡ്, വോട്ടേഴ്സ് കാർഡ്, പിന്നെന്താ വാട്ട് എവർ കാർഡ്സ് ദേ വാണ്ട് ഷീ വിൽ പ്രൊവൈഡ്. ഇനി പാസ്പോർട്ട് വേണോ അതും കൊടുക്കും, ഒരു പ്രശ്നമില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവരെ സമൃദ്ധരാക്കി സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ച് വെച്ചിരിക്കുക ഇവരെ. ഞാനതല്ല, വിദ്യാഭ്യാസത്തിൻ്റെ പറഞ്ഞു വരുമ്പോൾ MA കഴിഞ്ഞിട്ട് ഇവർ തൃപ്തയായില്ല. അതായത് MA കഴിഞ്ഞപ്പോൾ നേരെ ലാ പഠിക്കാൻ പോയി. ആ ലായുടെ ഡിഗ്രിയുടെ പേര് BL എന്നാണ്, ബാച്ചിലർ ഓഫ് ലോ ആണ്. ആ ലോ പഠിച്ചിരിക്കുന്നത് ബംഗാളിലെ തന്നെ ശ്രീ ശിക്ഷാ തായനത്ത് എന്ന് പറയുന്ന ശ്രീ ശിക്ഷാ സായനത്ത് എന്ന് പറയുന്ന ആ കോളേജിൽ നിന്നാണ് BL എടുത്തിരിക്കുന്നത്. നോക്കിയപ്പോൾ ഇവർ തൻ്റെ ഹിസ്ട്രിയോണിക് ടാലൻസും ഇസ്ലാമിക് ഹിസ്റ്ററി എല്ലാം പുറത്തെടുത്തിട്ടുണ്ട് പഠിച്ച കൂട്ടത്തിൽ നിന്ന്. പക്ഷേ ഈ ലാ പഠിച്ചിട്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. അപ്പോഴാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിന് തോന്നിയത്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് തോന്നിയത്, ബംഗാളിൽ പോയിട്ട് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ചെയ്യുന്നത് പോലെ വോട്ടർ പട്ടിക ഒന്ന് ശുദ്ധീകരിക്കണം എന്ന് തോന്നിയത്. കാരണം വോട്ടർ പട്ടികയിൽ ശവങ്ങൾ അടിഞ്ഞ് കൂടിക്കൊണ്ട് അത് വല്ലാതെ അങ്ങ് അളിഞ്ഞ് ചീഞ്ഞ് പോയിരിക്കുന്നു. അതുകൊണ്ട് ഒന്ന് ശുദ്ധീകരിക്കണം എന്ന് തോന്നിയപ്പോൾ വൻതോതിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ലാത്ത പൗരന്മാർ, സ്ഥലം വിട്ട് എന്നേക്കുമായി പോയ പൗരന്മാർ, അതുപോലെ നമ്മുടെ രാജ്യത്തെങ്ങും ഇല്ലാത്ത പൗരന്മാർ ധാരാളമായിട്ട് ഒരു കുറവുമില്ലാതെ നിർലോഭം അതിലൂടെ ഇങ്ങനെ വിഹരിക്കുന്നു. അവരെല്ലാം വോട്ട് ചെയ്തുകൊണ്ടും ഇരിക്കുന്നു. അപ്പോൾ നോക്കി, ശരി ഇവരെല്ലാം അങ്ങനെ തന്നെ കണക്കാക്കി നിങ്ങളുണ്ട്, വോട്ടർമാരാണ്, ശരി ഞങ്ങളൊരു ഫോം തരാം, അതൊന്ന് ഫില്ലപ്പ് ചെയ്ത് തരൂ. ഇത് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതും. ശരി, നിങ്ങൾ ഇത് പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കള്ള വോട്ടും, ഒരാൾ 100 വോട്ടും 150 വോട്ടും, ഒരാൾ പല പേരിൽ വോട്ടും, ഇതൊക്കെ സംഭവിച്ചു. ശരി
നിങ്ങളെന്താ ഒരു ഫോറം ഉണ്ട്, അതിന് നിയമമുണ്ട്, നിങ്ങളൊന്ന് ഒപ്പിട്ട് തരൂ, ഒപ്പിടത്തില്ല ജന്മത്ത് എന്ന് പറഞ്ഞതുപോലെ ഈ ഇലക്ഷൻ കമ്മീഷനും ശരി ഇവർക്കെല്ലാം വോട്ടുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു തത്വത്തിൽ, ഞങ്ങളൊരു ഫോം തരാം, അതിങ്ങ് ഫില്ല് ചെയ്ത് തന്നേക്ക്, വേറൊന്നും വേണ്ട. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ 1,00,000 ഒരു ഉദാഹരണം പറയുകയാണ്, 1,59,000 ഫോം കൊടുത്തതിൽ തിരിച്ച് ഇങ്ങോട്ട് കിട്ടിയത് അല്ല 1,59,00,000 കൊടുത്തതിൽ അല്ല ആ കണക്കല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, 1,59,00,000 തിരിച്ച് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. ഡോക്യുമെന്റ്സ് ഇല്ല. ആളുകൾ നേരിട്ട് പോയാൽ കൊടുത്തത്. ഇപ്പൊ ഡിജിറ്റൽ ആണെങ്കിൽ അവർക്ക് അറിയില്ല എന്നൊക്കെ പറയാം. അല്ല, തിരിച്ചു കൊടുക്കുമ്പോൾ അവരുടെ പൗരത്വം തെളിയിക്കാനുള്ള എന്തെങ്കിലും അതിന്റെ അർത്ഥം എന്താ മാഷെ? 1 കോടിയിലധികം പേർക്ക് അനാവശ്യമായിട്ടും നിയമവിരുദ്ധമായിട്ടും ഇവർ വോട്ട് കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് SIR വന്ന് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊരു നാടകമൊക്കെ ഭീഷണിയൊക്കെ അവർ നടത്തി ആളെ കൂട്ടിക്കൊണ്ട് അത് തടയാൻ ശ്രമിച്ചു. അങ്ങനെയാണല്ലോ ഇവരുടെ സ്വഭാവം. അവിടെ ED അന്വേഷണത്തിൽ വരുമ്പോൾ ആളെയും കൂട്ടിക്കൊണ്ട് പോലീസിനെ, സംസ്ഥാന പോലീസ് ചീഫിനെ, DGP എല്ലാം കൂട്ടിക്കൊണ്ട് എന്നാണ് ബഹളം ഉണ്ടാക്കുന്നത്. എന്തൊരു വൃത്തികെട്ട നാടകമാണവർ. നിങ്ങൾക്ക് മറയ്ക്കാനൊന്നുമില്ലെങ്കിൽ ഭയക്കേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ രഹസ്യങ്ങൾ പോകുന്നു. നിങ്ങളുടെ രഹസ്യങ്ങൾ എന്താ? നിങ്ങൾ CJ റോയിയോ കോൺഫിഡൻറ്റ് റോയിയോ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ നാണമില്ലേ നിങ്ങൾക്ക്? പറയാം, ഏറ്റവും സുതാര്യമായിരിക്കേണ്ട മുഖ്യമന്ത്രി, അവരുടെ പാർട്ടി ഇങ്ങനെ സുതാര്യമല്ല. അങ്ങനെ ഒളിക്കാൻ എന്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത്? രാഷ്ട്രീയ ഗൂണ്ടായിസം. നിങ്ങളൊരു നാടകം കാണിച്ച ആളെ ഇളക്കുക, അതിന് പുറകെ നടക്കാൻ കുറേ പേര്. ഏതാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? ഇപ്പം എന്നിട്ട് സുപ്രീം കോടതി പോയിരിക്കുക. എന്താ അവർ പറയുന്നതെന്നറിയാമോ? ഈ SIR, അതാണ് അതിൻ്റെ നാണക്കേട്. ഈ SIR ആളെ കൂട്ടാൻ വേണ്ടിയല്ല, കുറയ്ക്കാനുള്ളോ. പിന്നെ നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ബംഗ്ലാദേശിന് കുറേ പേരെ കൂടെ പിടിച്ച് അതിനകത്ത് പേര് വെച്ചിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറയാനാണോ? ബർമയിൽ നിന്ന് കുറേ പേരെ എടുക്കും. അല്ല, നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാർ അവർക്ക് പോയി വോട്ട് ചെയ്യാനുള്ളത്. അല്ല, ബംഗ്ലാദേശികൾക്ക് അവർക്ക് വേറെ തെരഞ്ഞെടുപ്പുണ്ട്. ഫെബ്രുവരി 12 തെരഞ്ഞെടുപ്പ്, അവിടെ പോയി വോട്ട് ചെയ്യണം. അല്ല, നിങ്ങൾക്കല്ല വോട്ട് ചെയ്യേണ്ടത്. നിങ്ങളത് ചെയ്യുന്നത് ഫ്രോഡ്. അതിനാണ് പറയുന്നത് ഫ്രോഡ്, കള്ളത്തരം. അങ്ങനെയാണ് നിങ്ങൾ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അസാമിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരൊറ്റ ബംഗ്ലാദേശി പൗരനും ഇവിടെ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ലെന്ന്. എന്താ അദ്ദേഹത്തിന്റെ പേര്? എന്ത് ശർമ്മയാണ്? വിശ്വശർമ്മ. എന്താ അദ്ദേഹത്തിന്റെ പേര്? അസാമിൽ വിശ്വശർമ്മ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ ഇന്ത്യക്കാരന്റെ ഉത്തരവാദിത്തമല്ലേ? മറ്റാരും ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയിൽ അവിഹിതമായിട്ട് ഇടപെടുന്നില്ല എന്നുള്ളത്. മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തവരാ. അവിടെ സത്യപ്രതിജ്ഞ വാചകത്തിന്റെ ലംഘനമാണ് മറ്റൊരു രാജ്യത്തെ പൗരന്മാർക്ക് കൂടെ വോട്ട് ചെയ്യാൻ അവസരം കൊടുക്കുക എന്ന് പറയുന്നത്. അതെ. അപ്പൊ ഇപ്പൊ കള്ളി പുറത്തായി, ചെമ്പ് തെളിഞ്ഞു. അതിന്റെ ഫലമായിട്ട് അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവര് 8 വട്ടം തൂക്കും എന്ന് തിരിഞ്ഞറിഞ്ഞു. ഫ്രോഡ് വോട്ട് കൊണ്ടാണ് ജയിച്ചിരുന്നത്. കള്ളം പുറത്തായപ്പോൾ അവരെ കോടതി കയറി നാടകം കളിക്കുക. അപ്പൊ കോടതി വിചാരിച്ചു എന്തോ ഇത് മുഖ്യമന്ത്രി. അപ്പം എന്തായാലും മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ബഹുമാനം വരുമല്ലോ. ബഹുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ മുഖ്യമന്ത്രിയും ജഡ്ജി ഞാനും സാറും ഒക്കെ ഒരുപോലെയല്ലേ? അതെ, അതുകൊണ്ട് ഇവരെന്തോ വന്നിരിക്കുന്നു, എന്തോ വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണെന്ന് വിചാരിച്ചു. അവരെന്തായാലും നിങ്ങൾ കോടതി വാദിച്ചോളാൻ പറഞ്ഞു. നോട്ടീസ് അയച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ വേറെ നല്ല ഒന്നാന്തരം വക്കീലന്മാരുണ്ട്, കോടി കെട്ടിയ വക്കീലന്മാർ. അവരെ വിട്ടാലും ഈ കേസ് ജയിക്കില്ലെന്ന് അവർക്കറിയാം. അതിനാണ് സ്വയം പോയി ഷോ കാണിച്ച് ഷോക്കേസിംഗ് ശ്രദ്ധിക്കപ്പെടും. അതെ. അല്ല, അവർക്ക് 2-3 ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഇതുവരെ കിട്ടിയില്ല. അവർ നേരത്തെ അത് പറഞ്ഞിട്ടുള്ളത്. അത് ഒന്ന്. രണ്ടാമത്തേതെന്ന് പറയുന്നത് കൊണ്ടോ ഞങ്ങൾക്ക് വേണ്ടി വേഗം പോയി ആ ഒരു തോന്നല് ആ ഒരു വിഭാഗത്തിനുണ്ടാകണം. അതെ അതെ, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി ഇങ്ങനെയാ. നാളെ നനിയും വേണമെങ്കിൽ ഇവർ കൽക്കട്ട മെഡിക്കൽ കോളേജ് കുപ്രസിദ്ധമാണ്, ബലാത്സംഗത്തിന് കുപ്രസിദ്ധമാണ്. അവിടെ പോയിട്ട് ഇനിയും വേണമെങ്കിൽ ഓപ്പറേഷൻ നടത്തും, സിസേറിയൻ ശസ്ത്രക്രിയ ഇവർ നടത്തും ഇങ്ങനെയാണെങ്കിൽ. കാരണം ഇവർ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് അല്ല. ഇവർ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് അഡ്വക്കേറ്റ് ആവുന്നില്ല, സന്നദ്ധ എടുത്തിട്ടില്ല. അത് പോവാം, നമുക്ക് എനിക്ക് വേണമെങ്കിലും വായിക്കാം, എനിക്ക് വേണമെങ്കിലും പോയി എൻ്റെ കാര്യം ഞാൻ ബാധിക്കാൻ പോവാണെന്ന് പറയാം. ഇതുപോലൊരു ഷോയാണ് കാണിക്കുന്നത്. ദൈവമേ, ഇനി നാളെ കൽക്കട്ട മെഡിക്കൽ കോളേജിൽ പോയിട്ട് സിസേറിയൻ നടക്കാതിരുന്നാൽ മതിയായിരുന്നു. നമ്മുടെ രാഷ്ട്രീയക്കാർ ഇങ്ങനെയൊക്കെ. നമ്മൾ നേരത്തെ ഇന്നലെയും പറഞ്ഞു, രാഹുൽ ഗാന്ധി ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി ചായക്കടക്കാരന്റെ കൂടെ ചെന്ന് പരിപ്പോടെ ചുടുന്നു, അതല്ലെങ്കിൽ കുളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നു. ഇവരൊക്കെ അല്ല നിത്യജീവിതത്തിൽ ഇവരെന്താ ചെയ്യുന്നത്? ഷോ കാണിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതിനപ്പുറം നിത്യജീവിതത്തിൽ ഇതൊന്നും അല്ല. ഇവരൊരു കൃഷിക്കാരനാണോ? അല്ല. ഇവർക്ക് കൃഷി അറിഞ്ഞുകൂടാ. ഇവരുടെ രാഷ്ട്രീയം തന്നെ കാപട്യമാണ്. ആ കാപട്യം ഇവർ തുടരുന്നു. അത് ഈ വിദേശങ്ങളിലുള്ള നേതാക്കന്മാരെ നമ്മൾ കണ്ടുപിടിക്കണം. അവർക്ക് ജോലിയുണ്ട്, ആ വരുമാനം കൊണ്ട് ജീവിക്കും. ഇന്ത്യൻ നേതാക്കന്മാർക്ക് രാഷ്ട്രീയം എന്ന് പറയുന്ന വരുമാന മാർഗമാണ്. എന്നിട്ട് അവർ മെയ്യനങ്ങാതെ ജീവിച്ചിട്ട്
തെരഞ്ഞെടുപ്പ് ഒരു മോഹൻലാലിന്റെ ഒരു സിനിമയിൽ ഭൂമിയിലെ രാജാക്കന്മാരാണെന്നാണ് എന്റെ ഓർമ്മ. അതിലൊരു വീട്ടിൽ ചെന്നൊരു കുട്ടി എടുത്തതിന് ശേഷം ഈ ഡെറ്റോൾ വെള്ളത്തിൽ കൈ കഴുകുന്ന മോഹൻലാലിനെ കാണിക്കുന്നത് പോലെ തന്നെയാണ്. രാഹുൽ ഗാന്ധി അങ്ങനെ തന്നെ ആദിവാസികൾക്കിടയിൽ പോയിരുന്ന് അവരോടൊപ്പം ഇരുന്നിട്ട് വീട്ടിൽ വന്ന് ഡെറ്റോൾ ഇട്ട് കൈ കഴുകിയിട്ട് ആഹാരം കഴിക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിലെ ഈ കോമാളിത്തരങ്ങളുടെയും കോമാളികളുടെയും രംഗം അവസാനിക്കുന്നത്. നമുക്ക് ലാലു പ്രസാദ് യാദവിനെ അറിയാമല്ലോ. അദ്ദേഹം ഇതേപോലെ തന്നെയായിരുന്നു. കർഷകന്റെ ഉറ്റമിത്രമായിട്ട് കർഷക പ്രേമിയായിട്ട് നടിച്ചയാള് പാവം ഗോക്കളുടെ കാലുതീറ്റയാണ് കുംഭകോണം നടത്തിയത്. എന്നിട്ട് പറയുമ്പോഴും സാധാരണക്കാരനെ പോലെ മുറുക്കി തുപ്പി കോളാമ്പലി തുപ്പി ബനിയൻ ഇട്ടുകൊണ്ട് ഒരു മുണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പാവമാണ്. കോടികളാണ് കുംഭകോണം നടക്കുന്നത്. അവരുടെ മുന്നണി, ഇവരെല്ലാം കൂടെ ചേരുന്ന മുന്നണി ഇന്ത്യ മുന്നണി. ആ മുന്നണിയെ കുറിച്ച് ഒരു കാര്യം കൂടെ, നമ്മുടെ സീതാറാം യെച്ചൂരി ഇപ്പോഴത്തെ ഇങ്ങനെയുണ്ടല്ലോ, സീതാറാം നമ്മുടെ ബേബി MA ബേബി അല്ലല്ല, അതിന് മുൻപുള്ള ഒരാളുണ്ടല്ലോ, പ്രകാശ് കാരാട്ട്. പ്രകാശ് കാരാട്ടിനോട് ആണോ സീതാറാം യെച്ചൂരി അല്ലെ ആരോ ഒരാളോട് ഇന്ത്യ മുന്നണിയിൽ ലല്ലു പ്രസാദിനെ പോലുള്ള കുറേയേറെ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നണി ധാരാളം കുറ്റകൃത്യങ്ങളിൽ പേര് കേട്ട നേതാക്കന്മാരും പാർട്ടികളും ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുറ്റകൃത്യങ്ങളില്ലാത്ത പാർട്ടി ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ പിന്നെ നല്ല ന്യായീകരണം. അപ്പൊ പിന്നെന്താ കുഴപ്പം? കുറ്റങ്ങൾ ചെയ്യാം ഉള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നു നേതാവ്. ഇല്ലീഗൽ എന്ത് ആക്ടിവിറ്റീസ് നിങ്ങൾ നടത്തിക്കോളൂ, നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഞാനുണ്ട്, പക്ഷെ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം. ഇത്ര മാത്രം. അങ്ങനെ ആയിരിക്കും പത്മകുമാറിനെ അവർ പുറത്താക്കാത്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.